നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ രണ്ടാമത്തെ ഫേസ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നല്ല ഡിഫിക്കൽട്ടായിരുന്നു എക്സാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു അനാലിസിസ് ആണ്. എത്ര കിട്ടിയാൽ നിങ്ങൾ സേഫാണ് എന്നൊക്കെ നോക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കീസൊക്കെ പല ചാനലിൽ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ തിങ്കളാഴ്ച തന്നെ കൊണ്ടുതന്നെ PSC റിലീസ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയാം. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു എക്സാം എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. നമ്മൾ മാത്സ് എടുത്താലും അല്ലെങ്കിൽ മലയാളം എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും GK എടുത്താലും എല്ലാം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്നത്തെ എക്സാമിന് നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പുലിയാണ്. ഓക്കെ, 90% പേർക്കും ഇന്നത്തെ എക്സാമിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അത് എന്ത് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും ആദ്യം മലയാളം ഇംഗ്ലീഷ് മാത്സ് ചെയ്ത് GKയിലേക്ക് പോവുകയാണെങ്കിൽ GK ചെയ്യാൻ അവസാനം ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. GK ആണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ആൻഡ് ഇന്നത്തെ ഒരു എക്സാമിൻ്റെ ഫസ്റ്റ് മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലൊരു 4 മാർക്ക് 5 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആദ്യം മലയാളമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനത്തിൽ ഒരു 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. 4-5 താഴെ അതിന് മേലെ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു ആവറേജ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ മലയാളത്തിൽ ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ അത്യാവശ്യം കണ്ണിങ്ങുമായിരുന്നു. ആൻഡ് ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയാൽ തന്നെ എന്താ പറയുക, യു ആർ സേഫ് ഹിയർ ഫ്രം മലയാളത്തിൻ്റെ സൈഡിൽ നിന്ന്. നമ്മളിനി ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ളത്. അതൊക്കെ ഏകദേശം ഫസ്റ്റ് ഫേസിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 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 9 മാർക്ക് 10 മാർക്കൊക്കെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പോർഷനിൽ നിന്ന് കിട്ടാം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക്. ഓക്കെ, അതും സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. ആൻഡ് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ്, ഒരു 8 ക്വസ്റ്റ്യൻ 9 ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫേസിൽ കണ്ട പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നീട് ഒരു 8-9 ക്വസ്റ്റ്യൻ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ആഫ്റ്റർ ഓൾ ഒരു 10 മാർക്കൊക്കെ 10 മുതൽ 11 മാർക്കൊക്കെ ഈ മാത്സിൻ്റെ പോർഷനിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി GK വരെയാണെങ്കിൽ GK വാസ് വെരി ഡിഫിക്കൽട്ട്. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ ചുരുക്കം മാത്രമേ നമ്മൾക്ക് എന്താ പറയുക 100% ഉറപ്പിച്ച് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചെത്താൻ എത്ര സമയമെടുക്കും, പിന്നെ സൂര്യനിൽ നടക്കുന്നത് ഫ്യൂഷനാണോ ഫിഷനാണോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഈ എക്കണോമിക്സ് എന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, വെരി വെരി ഡിഫിക്കൽട്ട്. അതേപോലെ തന്നെ ഈ GK പോർഷൻ ആദ്യം ചെയ്തവർക്ക് അല്ലെങ്കിൽ അവസാനം ചെയ്തവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല കംപ്ലീറ്റ് ചെയ്യാൻ. ആദ്യം ചെയ്തവർ ഓക്കെ കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. ആൻഡ് GKയിൽ നിന്നൊരു 18 മാർക്ക് വരെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ സേഫ് ഹിയർ. ഓക്കെ, സോ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 18 മാർക്ക് ഞാനിവിടെ പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള അത്യാവശ്യം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്കിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. സോ 18 നമുക്ക് GKയിൽ, അതേപോലെ 10 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, ഒരു 5 മാർക്ക് മലയാളം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇത് പറയുന്ന പോലെ എളുപ്പമല്ല ഇത് കിട്ടാൻ. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 43 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഗൈസ് ആർ സേഫ് ഈ ഒരു എക്സാമിൽ. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. കഴിഞ്ഞ എക്സാമിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും GK ആയാലും എല്ലാം ഡിഫിക്കൽട്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഒരു 42 ഒക്കെ കിട്ടിയവരാണെങ്കിൽ 42-45 ഇടയിൽ കിട്ടിയവരാണെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് ആർ സേഫ്. ഓക്കെ, ഈ ഒരു എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി പാറ്റേൺ ലെവൽ വെച്ചിട്ട്. ഓക്കെ, ഞാനിവിടെ പറയുന്ന സെക്രട്ടറിയുടെ കാര്യമാണ്. ആരൊക്കെ സേഫ് എന്ന് പറഞ്ഞാൽ ഒരു 42 മുകളിൽ വാങ്ങിച്ചവരൊക്കെ ഈ ഒരു എക്സാമിൽ സേഫ് തന്നെ ആയിരിക്കണം. ഓക്കെ, നോർമലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും PSCയുടെ കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ ആണെങ്കിൽ 42 മാർക്കൊക്കെ വാങ്ങിച്ചവർ സേഫാണ്. ഓക്കെ, ഇനി essayയുടെ കാര്യം വരികയാണെങ്കിൽ ഒരു 37, ഇത് കുറയാണെങ്കിലേ ഉള്ളൂ. ഓക്കെ, 37ൻ്റെ മേളിലൊന്നും എന്തായാലും എത്തില്ല. ഒരു 35 മാർക്കൊക്കെ വാങ്ങിച്ചവരാണെങ്കിൽ
സബ് ഇൻസ്പെക്ടർ എക്സാമിനും നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ. ഓക്കെ, ഇനിയൊരു ഞാൻ പറയാമല്ലോ, നമുക്ക് കട്ട് ഓഫ് ഒന്നും അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു സേഫ് സ്കോർ എന്താണെന്ന് പറയുന്നേ ഉള്ളൂ. ഇനി കട്ട് ഓഫ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു ഫേസ് കൂടി നടക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതും ഈസിയാണോ, അത് ഈസി ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അത് കടുപ്പമാണോ, ഇതിനേക്കാൾ കടുപ്പമാണോ എന്ന് നമുക്കറിയില്ല അല്ലേ. സോ ഈ ഒരു മാർക്കൊക്കെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ യു ഗൈസ് ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ മെയിൻസ് പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സെക്കൻഡ് ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമാണോ ഈസിയാണോ, നിങ്ങളുടെ കമൻറ്റും കൊണ്ട് താഴെ കൊടുക്കുക. ഓക്കെ.